ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ കാർത്തിക് മീനാക്ഷിയോട് പറയുന്നുണ്ട്, മൈഥിലി എത്ര ദുഷ്ടയായ സ്ത്രീയാണെങ്കിലും അവൾ എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച അമ്മയല്ല എന്നൊക്കെ പറയുന്നു. അതുകൊണ്ടാണ് അവൾ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവളെ രക്ഷിച്ചുകൊണ്ട് ഇവിടെ വന്നതെന്നൊക്കെ പറയാണ്. മീനാക്ഷി പറയുന്നുണ്ട്, അതും അവളുടെ നാടകമാണെങ്കിലോ എന്നൊക്കെ. കാർത്തിക് പറയുന്നുണ്ട്, അത് നാടകമല്ല, വൈശാഖിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റാതെ ചെയ്തതാണെന്നൊക്കെ. മാത്രമല്ല, നീ എന്നെ ഉപദേശിച്ചിരുന്നില്ലേ അവളോടുള്ള ശത്രുതയൊക്കെ ഇല്ലാതാക്കണമെന്ന്. എല്ലാം കൂടിയായപ്പോൾ ഞാൻ അവളോടുള്ള ദേഷ്യമെല്ലാം മറന്നു, സഹതാപം കൊണ്ട് മാത്രം കൊണ്ടുവന്നതാണ്. മീനാക്ഷി ഇപ്പോൾ പറയുന്നുണ്ട്, നമ്മുടെ സന്തോഷകരമായ ജീവിതത്തിൽ മൈഥിലി ഒരു പ്രശ്നമാകില്ല എന്നൊക്കെ. കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട്, അവളാണെങ്കിൽ നമ്മൾ രണ്ടുപേരും സന്തോഷമായിട്ട് ഒന്നിച്ച് ജീവിക്കുന്നത് കാണണം, അവൾക്കതാണ് ഏറ്റവും വലിയ ശിക്ഷയെന്ന് പറയുന്നു. മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട്, ഇതുവരെ ഞാൻ നിങ്ങളുടെ ലീഗലായിട്ടുള്ള ഭാര്യ ആയിട്ടില്ലെന്നൊക്കെ. കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട്, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് അവളെ പറഞ്ഞു വിടാം, ഡിവോഴ്സ് ഒക്കെ വാങ്ങിയിട്ട് അവളെ ഇവിടെ നിന്നും പറഞ്ഞു വിടാമെന്നൊക്കെ പറയുന്നു. മീനാക്ഷിക്ക് കാർത്തിക് പറയുന്നതെല്ലാം കേൾക്കുമ്പോൾ സന്തോഷമാകുന്നുണ്ട്. കാർത്തിക് എഴുന്നേൽക്കുമ്പോൾ മീനാക്ഷിയും കുഞ്ഞിനെയും കാണുന്നില്ല. കാർത്തിക് വെളിയിലേക്ക് നോക്കുമ്പോൾ മീനാക്ഷി കുഞ്ഞിനെ കുളിപ്പിക്കുകയാണ്. മീനാക്ഷിയുടെ അടുത്തേക്ക് കാർത്തിക് ചെല്ലുന്നുണ്ട്, ഞാൻ സഹായിക്കണമെന്നൊക്കെ ചോദിച്ചിട്ട്. മീനാക്ഷി അപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട്, എൻ്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ആരും എന്നെ സഹായിക്കണ്ട, ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നു. ACP പോകാൻ വേണ്ടി റെഡിയാകുക, കഴിക്കാനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. കാർത്തിക് മൈഥിലിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. മൈഥിലി അപ്പോൾ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. മൈഥിലിയോട് ചോദിക്കുന്നുണ്ട്, ഉറങ്ങിയോന്നൊക്കെ. മൈഥിലി ഉറങ്ങിയെന്നൊക്കെ പറയുന്നു. കാർത്തിക് പറയുന്നുണ്ട്, തന്നോട് എനിക്കിപ്പോൾ ദേഷ്യമൊന്നുമില്ല, നമുക്ക് നല്ല സുഹൃത്തുക്കളായിട്ട് പോകാമെന്നൊക്കെ പറയുന്നു. എപ്പൊ തന്റെ മനസ്സും ശരീരവും നോർമൽ ആകുന്നു അപ്പൊ തനിക്കും ഇവിടെ നിന്നും പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. മൈഥിലി വീണ്ടും പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടും കാർത്തി എന്നെ ഇങ്ങോട്ട് കൂട്ടിട്ട് വന്നല്ലോ എന്നൊക്കെ. കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട്, ഇനി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട എന്നൊക്കെ. മൈഥിലി അപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കുമോ എന്ന് ചോദിക്കുന്നു. എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. കാർത്തിക് പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, നിന്റെ കുഞ്ഞോ എന്ന്. പെട്ടെന്ന് ശാന്തമായിട്ട് പറയുന്നുണ്ട്, കണ്ടോളാനെന്ന്. കാർത്തിക് എന്റെ കൂടെ വരാനെന്ന് പറഞ്ഞിട്ട് മൈഥിലിയും കൂട്ടിയിട്ട് പോകുന്നു. മീനാക്ഷി കുഞ്ഞിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് കാർത്തിക് മൈഥിലി അവിടേക്ക് ചെല്ലുന്നു. കാർത്തിക് ചോദിക്കുന്നുണ്ട്, കുഞ്ഞിനെ ഒരുക്കി കഴിഞ്ഞോ എന്നൊക്കെ. മീനാക്ഷി കഴിഞ്ഞെന്ന് പറയുന്നു. മൈഥിലിയെ കാണുമ്പോൾ മീനാക്ഷി ഞെട്ടിപ്പോകുന്നുണ്ട്. കാർത്തിക് മീനാക്ഷിയോട് പറയുന്നുണ്ട്, മൈഥിലി ഇടയ്ക്ക് വന്ന് കുഞ്ഞിനെ കാണുകയും എടുക്കുകയും ഒക്കെ ചെയ്യട്ടെ എന്നൊക്കെ. ശേഷം കാർത്തിക് ആണെങ്കിൽ കുഞ്ഞിനെ എടുത്ത് മൈഥിലിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. മീനാക്ഷിക്ക് അത് ശരിക്കും ഷോക്കാകുന്നുണ്ട്. മൈഥിലി കുഞ്ഞിനെ എടുത്തിട്ട് ഒരുപാട് കൊഞ്ചിക്കുകയും ഉമ്മ വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് മീനാക്ഷി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും കുഞ്ഞിനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ. കാർത്തിക് അപ്പോൾ മീനാക്ഷിയോട് പറയുന്നുണ്ട്, അവരുടെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടിയല്ലേ കൊഞ്ചിക്കുന്നത്, ചെയ്തോട്ടെ എന്നൊക്കെ പറയുന്നു. മീനാക്ഷിക്ക് അതുകൂടെ കേൾക്കുമ്പോൾ ഒരുപാട് ഷോക്കായിട്ട് മീനാക്ഷി അവിടെ ഇരുന്നു പോകുന്നു. ശേഷം കാണിക്കുന്നത് കാർത്തിക് ജോലിക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്ത് മൈഥിലി കുഞ്ഞുമായിട്ട് വെളിയിലേക്ക് വരുന്നുണ്ട്. മൈഥിലി കുഞ്ഞിനോട് പറയുന്നുണ്ട്, അച്ഛൻ ജോലിക്ക് പോവുകയാണ്, ടാറ്റ കൊടുക്കുന്നൊക്കെ. കാർത്തിക് വണ്ടിയിൽ കയറി പോകുന്നു. മൈഥിലി കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും കാണുന്നുണ്ടായിരുന്നു. സാവിത്രി മീനാക്ഷിയോട് വഴക്ക് പറയുന്നുണ്ട്, നീ ആ കുഞ്ഞിനെ പോയി വാങ്ങുന്നൊക്കെ പറഞ്ഞിട്ട്. രാജലക്ഷ്മി അമ്മ നന്ദിനിയോടും പറയുന്നുണ്ട്, അവൾ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയത് കണ്ടോന്നൊക്കെ. ആ സമയത്ത് നന്ദിനി പറയുന്നുണ്ട്, ഇതിങ്ങനെയൊക്കെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു എന്നൊക്കെ. മീനാക്ഷി മൈഥിലിയുടെ അടുത്തേക്ക് ചെന്നിട്ട് എൻ്റെ കുഞ്ഞിനെ താന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങുന്നുണ്ട്. സാവിത്രി മൈഥിലിയെ വഴക്ക് പറയുന്നുണ്ട്, നീ എന്തിനാണ് കുഞ്ഞിനെ എടുത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. മൈഥിലി അപ്പോൾ പറയുന്നുണ്ട്, കാർത്തി പറഞ്ഞിട്ടാണെന്ന്. സാവിത്രി അപ്പോൾ പറയുന്നുണ്ട്, കാർത്തി അങ്ങനെ പലതും പറയും, അവന് ഭയങ്കര മനസാക്ഷിയുള്ളവന്, പക്ഷെ അത് കേട്ട് നീ എടുക്കാനൊന്നും നിൽക്കണ്ടെന്നൊക്കെ പറയാണ്. മീനാക്ഷി പറയുന്നുണ്ട്, ഇതെന്റെ കുഞ്ഞാണ്, നീ പ്രസവിച്ചെന്ന് കരുതി അമ്മയാകത്തില്ല എന്നൊക്കെ പറയുന്നു. മൈഥിലി അപ്പോൾ പറയുന്നുണ്ട്, ഈ കുഞ്ഞിന്റെ അമ്മയാണ് ഞാനെന്ന്. അത് കേൾക്കുമ്പോൾ നന്ദിനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നന്ദിനി പറയുന്നുണ്ട്, നീ ഉപേക്ഷിച്ചിട്ട് പോയതാണെന്ന്. മൈഥിലി അപ്പോൾ പറയുന്നുണ്ട്, ദേവമ്മ പ്രസവിക്കാത്തത് കൊണ്ട് അമ്മയുടെ വികാരമൊന്നും മനസ്സിലാകത്തില്ല എന്ന്. മൈഥിലി പറയുന്നത് കേട്ടിട്ട് രാജലക്ഷ്മി അമ്മയ്ക്ക് ദേഷ്യം വരുന്നു. രാജലക്ഷ്മി അമ്മ മൈഥിലിയെ അടിക്കുന്നുണ്ട്. മീനാക്ഷിയും ദേഷ്യപ്പെടുന്നുണ്ട്, ഇനി എന്തെങ്കിലും നീ എൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നു. മൈഥിലി അപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ ദേവമ്മയോട് അങ്ങനെ പറഞ്ഞതാണ്, എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് കരയുന്നു. സാവിത്രി അപ്പോൾ പറയുന്നുണ്ട്, നിനക്ക് ആത്മഹത്യ ചെയ്യണമെങ്കിൽ ചെയ്തോളൂ, പക്ഷേ ഈ വീട്ടിൽ വേണ്ട, ഇവിടെ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് വല്ല കാട്ടിലും പോയി മരിച്ചോളാം എന്നൊക്കെ പറയുന്നു. മൈഥിലി കരഞ്ഞുകൊണ്ട് റൂമിനുള്ളിലേക്ക് പോകുന്നു. സാവിത്രി അപ്പോൾ വിചാരിക്കുന്നുണ്ട്, ഇവളെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേ പറ്റത്തുള്ളൂ എന്നൊക്കെ.
മൈഥിലി റൂമിലേക്ക് വന്നതിന് ശേഷം സങ്കടപ്പെടുകയാണ്. എൻ്റെ ജീവിതം ഇങ്ങനെയാകാൻ കാരണം ആ വൈശാഖാണ്. അവന് സ്വന്തം കാര്യം മാത്രമേ ചിന്തയുള്ളൂ. അവൻ ശരിക്കും സ്വാർത്ഥനാണെന്നൊക്കെ ഓർക്കുന്നു. വൈശാഖ് മൈഥിലിയെ വിളിക്കുന്നുണ്ട്. മൈഥിലി കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ആ സമയത്ത് വൈശാഖ് ഒരു മെസ്സേജ് ചെയ്യുന്നു. കാർത്തിക് വോയിസ് മെസ്സേജ് ചെയ്തിരിക്കുന്നത്: നീ സ്വസ്ഥമായിട്ട് ചെമ്പകമംഗലത്ത് ജീവിക്കാമെന്ന് കരുതണ്ട, നിന്റെ ഭർത്താവിൻ്റെ ഒപ്പം സുഖമായിട്ട് ജീവിക്കാമെന്ന് നീ കരുതണ്ട എന്നൊക്കെയാണ്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.